ഫ്രണ്ട്സ്, ബട്ടർഫ്ലൈ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടപ്പോൾ ഒരു അടിപൊളി 3D ഡ്രോയിങ് ആണ്. ഇതെങ്ങനെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യമായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യമായിട്ട് ആവശ്യമായത് പറഞ്ഞാൽ ഒരു 6 A4 ഷീറ്റാണ്. നമ്മൾ സാധാരണ എഴുതാൻ ഉപയോഗിക്കുന്ന A4 ഷീറ്റ് 6. അടുത്തായി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പറഞ്ഞാൽ ഒരു ബോക്സാണ്. ഇതുപോലെ കാർഡ്ബോർഡിനോട് ഉണ്ടാക്കിയെടുത്തൊരു ബോക്സാണ്. ഇതിൻ്റെ ഉള്ളിൽ പറഞ്ഞാൽ ഒരു A4 കറക്റ്റ് ഫിറ്റാണ്. ആ വലുപ്പത്തിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതുപോലെ കറക്റ്റ് ഒരു A4ൻ്റെ പേപ്പർ കൊള്ളാവുന്ന രീതിയിൽ. പിന്നെ നമുക്ക് ആവശ്യമുള്ള പറഞ്ഞാൽ ഒരു പേന, കത്തി, അതുപോലെ തന്നെ ഒരു പെൻസിൽ, ഒരു സ്കെയിൽ. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. ആദ്യം തന്നെ നമുക്ക് എടുത്തിരിക്കുന്ന A4 ഷീറ്റുകളിലെല്ലാം മാർജിൻ ഇടാം. ഇതുപോലെ 4 സൈഡും മാർജിൻ ഇടാം. ഇതുപോലെ നമുക്ക് 6 ഷീറ്റും മാർജിൻ ഇട്ടെടുക്കാം. മാർജിൻ ഇട്ട ശേഷം നമുക്ക് ഓരോ ചിത്രങ്ങളായി ഈ A4ൽ വരച്ചെടുക്കാം. ആദ്യത്തെ A4ൽ ഒരു മരം ഇതുപോലെ വരയ്ക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ A4കളിലും വരച്ചെടുക്കാം. ഇപ്പോൾ നമ്മളിത് 6 ചിത്രം വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ച് വിഷമിക്കൊന്നും വേണ്ട. ഞാൻ വരച്ച ചിത്രം എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഗൂഗിൾ ഡ്രൈവിൻ്റെ ലിങ്കായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്താലും മതി, എന്നിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്കിതുപോലെ ഓരോ ചിത്രങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ 6 ചിത്രങ്ങൾ നല്ലപോലെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ബോക്സിൽ ലെയറായി ഒട്ടിച്ചെടുക്കാം. നമ്മൾ ഒട്ടിക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം തന്നെ ഇവിടെ 2 സ്ഥലത്ത് ഇതുപോലത്തെ 2 പീസ് ഒട്ടിച്ചു കൊടുക്കണം. ഇവിടെ. ആ ഒട്ടിച്ച 2 കാർഡ്ബോർഡ് പീസിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഓരോ ലെയറും ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്ന ലെയർ എന്നാൽ ഈ ലെയറാണ്. നമുക്കതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഓരോ ലെയറായിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഓരോ ലെയർ ഒട്ടിച്ചതിന് ശേഷവും ഇതുപോലത്തെ ഓരോ പീസ് വെച്ചിട്ട് ഇവിടെ വെച്ച് കൊടുക്കണം. അടുത്തതായി നമ്മൾ ഒട്ടിച്ചെടുക്കേണ്ട ലെയർ എന്നാൽ ഈ ലെയറാണ്. മൂന്നാമതായിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത് ഈ ലെയറാണ്. നമ്മൾ ഒട്ടിച്ചെടുക്കാം. നാലാമതായി നമ്മൾ ഒട്ടിക്കാൻ പോകുന്ന ലെയർ നമ്മൾ ഈ ലെയറാണ്. അഞ്ചാമതായി നമ്മൾ ഒട്ടിച്ചെടുക്കേണ്ട ലെയർ ഈ ലെയറാണ്. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കേണ്ട ലെയർ ഈ ലെയറാണ്. നമ്മളിത് എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആ 3D ഡ്രോയിങ് അടിപൊളി ഒരു വ്യൂ ആണ് തരുന്നത്. ബാക്കിലൊരു LED ലൈറ്റൊക്കെ അതിച്ചപ്പോൾ അടിപൊളി ഒരു വ്യൂ ആണ് തരുന്നത്. നിങ്ങൾ എന്തായാലും ഈ കാര്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിൽ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ വെറും A4 ഷീറ്റും ഒരു കാർഡ്ബോർഡ് ബോക്സും ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത ശേഷം അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ 3D ഡ്രോയിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.